നമ്മൾ യുണൈറ്റഡ് ഫാൻസ് സാധാരണ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ചെറിയ ടീമുകൾ ഇപ്പം സണ്ടർലൻഡ്, ബോൺമുത്ത്, എവേർട്ടൺ, ലീഡ്സ് ഇങ്ങനത്തെ ടീമുകളൊക്കെ നേരിടുന്ന സമയത്ത് അവർ ലോ ബ്ലോക്ക് കളിക്കുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സാധാരണ ഇങ്ങനത്തെ ചെറിയ ടീമുകളുടെയൊക്കെ മുന്നിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്താറുള്ള ഒരു കൺക്ലൂഷനാണ്. ഇന്നത്തെ മത്സരം തന്നെ ശ്രദ്ധിച്ചു. ഈ ഒരു മത്സരത്തിൽ ആരാ ലോ ബ്ലോക്ക് കളിച്ചേ? നമ്മളാണ് ലോ ബ്ലോക്ക് കളിച്ചത്. സണ്ടർലൻഡ് അല്ല ലോ ബ്ലോക്ക് കളിച്ചത്. അവരെത്ര അറ്റാക്സാണ് ഫസ്റ്റ് ഹാഫിൽ നടത്തിയത്. ഒരു 36ാമത്തെ മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും സ്ക്രീനിൽ സ്റ്റാറ്റ്സ് വരുന്നുണ്ടായിരുന്നു, ഓപ്പോസിഷൻ ബോക്സിനുള്ളിലുള്ള ടച്ചസിൻ്റെ സ്റ്റാറ്റ്സ്. സണ്ടർലൻഡിന് നമ്മുടെ ബോക്സിനുള്ളിൽ 36ാമത്തെ മിനിറ്റ് ആയപ്പോൾ 19 ടച്ചസാണ്, നമുക്ക് അവരുടെ ബോക്സിൽ ഒരു ടച്ച്. എന്നിട്ട് നമ്മൾ പറയും അവർ ലോ ബ്ലോക്കാണ് കളിക്കുന്നത്. ഇതൊന്നുമല്ല പ്രശ്നം. നമ്മുടെ ഗെയിമിലുള്ള നമ്മുടെ അപ്രോച്ച് ശരിയല്ല. നമ്മൾ ഇന്ന് ഗെയിം തുടങ്ങിയത് തന്നെ ഡിഫെൻഡ് ചെയ്യാം എന്ന് തന്നെ ഉദ്ദേശിച്ചാണ്. അപ്പം നമുക്കിന്ന് സെർക്സി ഇല്ലാത്തപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് സെലക്ഷനോട് തന്നെ എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഫ്രണ്ട് ത്രീയിൽ എത്ര പേർക്ക് ഇൻ ബിഹൈൻഡ് റൺസ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നാച്ചുറൽ ഗെയിം, നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരം ഇൻ ബിഹൈൻഡ് റൺസ് നടത്താൻ എത്ര പ്ലെയേഴ്സിന് പറ്റും? ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പ്ലെയേഴ്സിൽ കുണിയ മാത്രമേ ഉള്ളൂ. അപ്പുറത്തുള്ള അമാദ് ആണെങ്കിലും അതേപോലെ തന്നെ സെർക്സി ആണെങ്കിലും ഇവരൊന്നും നാച്ചുറലി ആ ഒരു ഇൻ ബിഹൈൻഡ് റൺസ് നടത്തുന്ന പ്ലെയേഴ്സ് അല്ല ട്രാൻസിഷനിൽ. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ സ്ട്രെങ്തിനനുസരിച്ച് കളിക്കുന്നില്ല. നമ്മൾ ഈ വലിയ ടീമുകൾക്കെതിരെ കളിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊന്നും ചെറിയ ടീമുകൾക്കെതിരെ നമ്മൾ കാണിക്കുന്നില്ല. ഇപ്പം ഈ സണ്ടർലൻഡ് ആയാലും ബോൺമുത്ത് ആയാലും ഒക്കെ ഫിസിക്കലി കാണിക്കുന്ന ആ ഒരു അഗ്രഷൻ, ആ ഒരു ഇൻറ്റൻസിറ്റി, അതിനെ മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ വലിയ ടീമുകൾക്കെതിരെ നമ്മളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാറുണ്ട്. ലിവർപൂൾ, ആർസണൽ അവരെത്ര ഇൻറ്റൻസിറ്റി കാണിച്ചാലും അതിനെ മാച്ച് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ കളിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ഗെയിം കളിക്കാൻ പറ്റാറുണ്ട്. എനിക്കറിയാം പ്രീമിയർ ലീഗിൽ ഇങ്ങനത്തെ ടീമുകളൊന്നും ചുമ്മാ ലോ ബ്ലോക്ക് കളിച്ച് വെറുപ്പിക്കുന്ന ടീമുകളല്ല. അവരൊക്കെ അഗ്രസീവാണ്. അപ്പം നമുക്ക് അവരുടെ ഡിമാൻഡ്സിന് അല്ലെങ്കിൽ അവരുടെ അഗ്രഷനെ ഒന്നും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അംബീഷനും അതിനുള്ള ആ ഒരു ആർജവം നമ്മൾ കാണിക്കുന്നില്ല. അങ്ങനത്തെ മത്സരത്തിൽ അവരെ മാച്ച് ചെയ്യാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് അവരുടെ മിസ്റ്റേക്ക് കാരണം ട്രാൻസിഷൻസിലുള്ള മൊമെൻറ്റ്സ് നമ്മുടെ ഗെയിമിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മെയിനിൻ്റെ കയ്യിൽ പന്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് റണ്ണേഴ്സില്ല. റണ്ണേഴ്സ് ആരുമില്ല. കാരണം കുണിയ ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു, അമാദ് ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു, സെർക്സിയുടെ പൊസിഷനിങ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെസ്കോ ഇന്നില്ലാത്ത മത്സരത്തിൽ നമ്മൾ മത്തേസ് കുണിയ സെൻട്രലി അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ എംബ്യൂമോ ആസ് എ റണ്ണർ, എംബ്യൂമോ റൈറ്റ് വിങ്ങിൽ വൈഡ് ടാർഗറ്റ് മാനായിട്ട് എംബ്യൂമോ, സെൻട്രലി മത്തേസ് കുണിയ അതുപോലെ തന്നെ ഡോർഗു. ഇങ്ങനെ ഈ 3 പ്ലെയേഴ്സിനെ ആയിരിക്കണമായിരുന്നു നമ്മൾ ഫ്രണ്ട് ത്രീയായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ത്രീയായിട്ട് ചൂസ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും റൺ ചെയ്യാൻ പ്ലെയേഴ്സിനെ അവിടെ നിർത്തണം. അവരുടെ ആ ഡിഫൻസിനെ എപ്പോഴും എൻഗേജ് ചെയ്ത് നിർത്തി നമ്മുടെ പ്ലെയേഴ്സിൻ്റെ റണ്ണിങ്ങിനുള്ള ആ ഒരു അവസരം മുതലെടുക്കാൻ നമ്മുടെ പ്ലെയേഴ്സ് എപ്പോഴും അവിടെ കാണണം. ഇത് ഫുൾ പ്ലെയേഴ്സിനെ കുറ്റിയടിച്ച് ഡിഫെൻഡ് ചെയ്യാൻ, ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുക. PSG ഒക്കെ ഇങ്ങനെ കളിക്കാറുണ്ട്, ശരിയാണ്, എനിക്കറിയാം. ക്വാറസ്കേലിയൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യും. പക്ഷേ അപ്പുറത്ത് ഡെംബലെ കാണും റൺസ് നടത്താൻ വേണ്ടി. നമുക്കിവിടെ ആരുമില്ല, എല്ലാവരും ഡിഫെൻഡ് ചെയ്യുക. എന്നിട്ട് പറയും ഓപ്പോസിഷനാണ് ലോ ബ്ലോക്ക് കളിക്കുന്നത്. നമ്മളിപ്പോൾ മൈക്കിൾ ക്യാരിക്കിൻ്റെ അണ്ടറിൽ കുറേ മത്സരങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ മത്സരങ്ങളിലൊന്നും കാണാത്ത ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ശരിക്കും മൈക്കിൾ ക്യാരിക്കിൻ്റെ മുഖത്ത് നിന്ന് ആ ഒരു ടച്ച് ലൈനിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് കണ്ടു. അതെനിക്ക് തോന്നുന്നത് ഈ പ്ലെയേഴ്സ് പുള്ളിയുടെ ഇൻസ്ട്രക്ഷനെ മാനിക്കുന്നില്ല, അതനുസരിച്ചുള്ള പുള്ളി ആഗ്രഹിക്കുന്ന തരം ഒരു ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസായിട്ട് ഗെയിം നടത്താൻ അവർ ശ്രമിക്കുന്നില്ല. അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ഇതെല്ലാം കണ്ടിട്ടായിരിക്കണം പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. പിന്നെ നമ്മുടെ ഓവറോൾ സ്ക്വാഡിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ മത്സരം കഴിയുമ്പോഴും പലർക്കും ഇൻജുവേർഡ് ആകുന്ന പ്രശ്നങ്ങൾ വരുന്നു. സെസ്കോ ആയാലും കസമീറോ ഇന്നില്ലാത്തതും സെസ്കോ ഇല്ലാത്തതും ഒക്കെ നമ്മുടെ ഗെയിമിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലുള്ള സെലക്ഷനും കാര്യങ്ങളും ഒക്കെ നടത്തി കുറച്ചുകൂടെ ഒരു ഇവിടം കൊണ്ട് കാര്യം നമ്മുടെ ഒരു മെൻ്റലി തന്നെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാന്നുള്ളൊരു അപ്രോച്ചായിരുന്നു. അതൊക്കെ മാറ്റി കുറേ കൂടെ അഗ്രസീവായിട്ട് നമ്മുടെ നാച്ചുറൽ ഗെയിം കളിക്കാൻ നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ ഇതുപോലെ നമ്മൾ മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്തെങ്കിലും ടുവേർഡ്സ് ദ എൻഡ് ഇതൊക്കെ പല ചെറിയ ടീമുകൾക്കൊക്കെ എതിരെ സ്ഥിരമായിട്ട് കാണുന്നൊരു പാറ്റേണാണ്. നമ്മളൊരു 80-85 മിനിറ്റ് വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങും. നമ്മുടെ സ്ട്രെങ്തിനനുസരിച്ച് ഈ ട്രാൻസിഷനിൽ കൗണ്ടറിലൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇന്നും കണ്ട് ഡോർഗുവിൻ്റെ റൺസ് കട്ട് ബാക്ക് കുണിയൊക്കെ ഫൈൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടു. അതെപ്പോഴാണ് 80-85 മിനിറ്റ് കഴിയുമ്പോഴത്തേനും. പക്ഷേ ഇത് കുറച്ചുകൂടെ മുന്നേ നമ്മൾ കാണിക്കാൻ തുടങ്ങുകയാണെങ്കിൽ
നമുക്ക് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു മത്സരമാണ് നമ്മൾ കളിക്കുന്നത്, എന്നിട്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആകുന്നു. സെസ്കോ ആണെങ്കിലും കസമീറോ ഒക്കെ ആണെങ്കിലും ഇഞ്ചേർഡ് ആകുന്നുണ്ട്. അപ്പം മിഡ്ഫീൽഡിൽ നമ്മൾ 2 സൈനിങ് നടത്താൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 സൈനിങ്ങിൽ ഇപ്പം പുതിയതായിട്ട് അറ്റലാൻ്റയുടെ എഡേഴ്സണും ഒക്കെ ആയിട്ട് ലിങ്ക്സ് വരുന്നുണ്ട്. എനിക്ക് എഡേഴ്സനെ സൈൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എഡേഴ്സൺ നമുക്കൊരു 3rd ചോയ്സ് അല്ലെങ്കിൽ 3 മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരു മിഡ്ഫീൽഡർ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതലും എനിക്ക് പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവരാനാണ് ആഗ്രഹം. ഈ എഡേഴ്സനെ കൊണ്ടിരുന്നതെന്ന് പറയുന്ന ഒരു ലോട്ടറി എടുക്കുന്നതാണ്. ചിലപ്പോൾ സക്സസ് ആകാം, പുള്ളി നല്ല പ്ലെയറാണ്. പക്ഷേ ഇവിടെ പ്രീമിയർ ലീഗിൽ എന്തുമാത്രം സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. 3 മിഡ്ഫീൽഡറിനെ നിങ്ങൾ സൈൻ ചെയ്യുകയാണെങ്കിൽ എഡേഴ്സനെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ബാക്കി നമുക്കൊരു അഗ്രസീവായിട്ടുള്ള ഡിസ്റപ്റ്റിംഗ് പ്ലെയേഴ്സ് വേണം. ഈവൻ എലിയറ്റ് ആൻഡേഴ്സിനെക്കാളും മുകളിൽ ചോമേനി അല്ലെങ്കിൽ ടൊണാലി അല്ലെങ്കിൽ ചോമേനി, അതുപോലൊക്കെ അഗ്രസീവായിട്ടുള്ള ഡിസ്റപ്റ്റിംഗ് പ്ലെയേഴ്സ് തന്നെ നമുക്ക് കസമീറോയെ റീപ്ലേസ് ചെയ്ത് വേണം. പിന്നെ മത്തേസ് ഫെർണാണ്ടസ്, അതിൻ്റെ കൂട്ടത്തിൽ എഡേഴ്സൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. അടുത്ത സീസണിൽ നമ്മൾ നന്നായ രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. എല്ലാ മത്സരങ്ങളിലും കോബി മെയിനോ നല്ല രീതിയിൽ കളിക്കണമെന്നൊന്നുമില്ല. അപ്പം കോബി മെയിനോ റീപ്ലേസ് ചെയ്യാനും കോമ്പറ്റീഷനും ആൾ വേണം. 3 മിഡ്ഫീൽഡറിൽ കുറഞ്ഞ ഒരു പരിപാടിക്ക് പോകരുത്. 3ാമത്തെ മിഡ്ഫീൽഡറായിട്ട് യുണൈറ്റഡ് ആഗ്രഹിക്കുന്നതെന്ന് ബെൻ ജേക്കബ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തത് ടൈലർ ഫ്ലെച്ചർ പോണക്കത്തെ കളിക്കാരെയാണ്. അപ്പോൾ അങ്ങനത്തെ പ്ലെയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനാണ് അടുത്ത സീസണിൽ തീരുമാനമെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ ആ ഒരു പ്ലെയറിന് അവസരം കൊടുത്തില്ല? ഇതൊക്കെ വലിയ ചോദ്യമാണ്. മൗണ്ടിന് പകരം അങ്ങനത്തെ പ്ലെയറിന് ഇപ്പം അവസരം കൊടുക്കുന്നില്ലെങ്കിൽ അടുത്ത സീസണിൽ നിങ്ങൾ കൊടുക്കുമോ? ഇതൊക്കെ ചുമ്മാ തട്ടാമുട്ട് പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 ഫുൾ ബാക്സും നമ്മുടെ 2 ഫുൾ ബാക്സും അറ്റാക്കിൽ ഇൻവോൾവ് ആകുന്നില്ല. അത് നമ്മുടെ ഓവറോൾ ഗെയിമിനെ ബാധിക്കുന്നുണ്ട്. 2 സൈഡിലും ക്വാളിറ്റി ഫുൾ ബാക്സ് നമുക്ക് വേണം. മിഡ്ഫീൽഡിൽ 3 സൈനിങ്, 3, 2, 5 ആയി. പിന്നെ സെർക്സിയെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. സെർക്സിയെ കൊണ്ടൊന്നും നടക്കത്തില്ല. സെർക്സിയുടെ ഇൻറ്റൻസിറ്റി ആയാലും സെർക്സിയുടെ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിലുള്ള അപ്രോച്ചൊക്കെ ആണെങ്കിലും ഇതൊന്നും വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. സെർക്സി അവോയ്ഡ് ചെയ്യുക. സെസ്കോയ്ക്ക് പകരം അല്ലെങ്കിൽ സെസ്കോയ്ക്ക് ഒരു അണ്ടർ സ്റ്റഡിയോ അല്ലെങ്കിൽ സെസ്കോയ്ക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്കറിനെ നമ്മൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ 2, 3, 2, 5 ഒന്നും 6 പ്ലെയേഴ്സ് അവിടെ തന്നെ ആയി. ലെഫ്റ്റ് വിങ്ങിൽ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം റാഷ്ഫോർഡ് തിരിച്ചു വരുന്നുണ്ട്, മത്തേസ് കുണിയുണ്ട്, ഡോർഗു ഉണ്ട്. റാഷ്ഫോർഡിനെ കൂടെ വേണമെങ്കിൽ ഇവിടെ നിർത്ത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയും പ്ലെയേഴ്സ്, ഡിഫൻസിൽ ഒരു പ്ലെയർ വേണം. അപ്പോൾ ടോട്ടൽ 7 പ്ലെയറോളം വേണം. അറ്റ്ലീസ്റ്റ് നമുക്കൊരു മിനിമം നമ്മുടെ സ്ക്വാഡ് ഫസ്റ്റ് ടീം ഒന്ന് സ്ട്രോങ് ആക്കണമെങ്കിൽ 7 പ്ലെയേഴ്സിനെ വേണം. എങ്ങനെ സൈൻ ചെയ്യും എന്നെനിക്കറിയത്തില്ല. ഇവരുടെ ഒരു മെൻറ്റാലിറ്റി വെച്ച് ഇവർ ഇത്രയും പ്ലെയേഴ്സിനെ സൈൻ ചെയ്യും. അപ്പം വീഡിയോയെ പറ്റിയും മാച്ചിനെ പറ്റിയൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നം പിന്നെ കമൻസ് ആയിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ ആണ്.